ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യും. സ്ട്രെയിറ്റ് ലൈൻസ് നിങ്ങൾക്ക് വളരെ കുറച്ച് പഠിക്കാനുള്ളൂ. സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇക്വേഷൻസ് ഒന്നും ഡെറൈവ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടത് ചെറിയ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഉള്ളൂ, സിലബസിൽ കാണുന്നുള്ളൂ. അതുകൊണ്ടിത് വളരെ എളുപ്പമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് ആദ്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് ഡയമെൻഷൻസിനെ കുറിച്ച് പഠിക്കണം. ഇപ്പോൾ ഒരു ഫിഗർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. റെക്റ്റാങ്കിൾ ABCD. ഈ റെക്റ്റാങ്കിളിന് AB എന്നൊരു സൈഡുണ്ട്, അതിന് ലെങ്ത് എന്നാണ് പറയുന്നത്. BC എന്നൊരു സൈഡുണ്ട്, അതിന് ബ്രെഡ്ത്ത് എന്നാണ് പറയുന്നത്. അപ്പം ലെങ്തും ബ്രെഡ്ത്തും ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ABCD എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ. അപ്പോൾ ഇത് ലെങ്തിന് ലെങ്ത് ഡയമെൻഷൻ എന്നാണ് പറയുന്നത്, ബ്രെഡ്ത്ത് ഒരു ഡയമെൻഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും രണ്ട് ഡയമെൻഷൻ ഉണ്ട്. അതുകൊണ്ട് ഇതിനെ 2 ഡയമെൻഷണൽ ഫിഗർ എന്ന് പറയാം. 2 ഡയമെൻഷണൽ ഫിഗർ. ഇതൊരു 2 ഡയമെൻഷണൽ ഫിഗർ ആണ്. ഇനി അടുത്തൊരു ഫിഗർ നോക്കാം നമുക്ക്. ഇതൊരു ക്യൂബാണ്. ഈ ക്യൂബിൽ ഈ സൈഡിന് ലെങ്ത് എന്ന് പറയും, ഈ സൈഡിന് ബ്രെഡ്ത്ത് എന്ന് പറയും, ഈ സൈഡിന് ഹൈറ്റ് എന്ന് പറയും. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉള്ളൊരു ഫിഗറാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ലെങ്ത് ഒരു ഡയമെൻഷനാണ്, ബ്രെഡ്ത്ത് ഒരു ഡയമെൻഷനാണ്, ഹൈറ്റ് ഒരു ഡയമെൻഷനാണ്. അങ്ങനെ 3 ഡയമെൻഷനുള്ള ഫിഗറാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതിന് ക്യൂബ് എന്നാണ് പറയുന്നത്. ക്യൂബ് ഈസ് എ 3 ഡയമെൻഷണൽ ക്വാണ്ടിറ്റി. അപ്പോൾ അതിൽ ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഇതൊരു 2 ഡയമെൻഷണൽ ക്വാണ്ടിറ്റിയാണ്, ലെങ്തും ബ്രെഡ്ത്തും. ഈ റെക്റ്റാങ്കിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ റെക്റ്റാങ്കിളിന് ഒരു വലിയൊരു ഇൻഫിനിറ്റ് ലെങ്തും ഇൻഫിനിറ്റ് ബ്രെഡ്ത്തും ഉള്ള റെക്റ്റാങ്കിൾ എന്ന് വെച്ചോളൂ. ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള റെക്റ്റാങ്കിൾ ഇങ്ങനെ പോയി ആ റെക്റ്റാങ്കിൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലെഫ്റ്റ് സൈഡിലോട്ടും പോവും, റൈറ്റ് സൈഡിലോട്ടും പോവും. അതായത് ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള ഒരു റെക്റ്റാങ്കിളാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിലോട്ടും ഉണ്ട്, റൈറ്റിലോട്ടും ഉണ്ട്. ഇതിൻ്റെ ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്. ബ്രെഡ്ത്ത് ഇതാണ് ബ്രെഡ്ത്ത്. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബ്രെഡ്ത്ത് അങ്ങ് കുറച്ച് കൊണ്ടുവരണം. ബ്രെഡ്ത്ത് ചെറുതാക്കി ബ്രെഡ്ത്തിനെ അങ്ങ് 0 ആക്കണം. അപ്പം ബ്രെഡ്ത്തിനെ 0 ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും, ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ ഈ ഇൻഫിനിറ്റ് റെക്റ്റാങ്കിൾ എടുത്തിട്ട് ആ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് നമ്മൾ ചെറുതാക്കി 0 ആക്കി മാറ്റുമ്പോൾ ഈ റെക്റ്റാങ്കിൾ ഈ ഷേപ്പായി മാറും. അതായത് ഇതൊരു 2 ഡയമെൻഷണൽ ഫിഗർ ആയിരുന്നു, അതിൽ ബ്രെഡ്ത്ത് 0 ആകുമ്പോൾ ബ്രെഡ്ത്ത് ഇല്ല, പിന്നെ ലെങ്ത് മാത്രമേ ഉള്ളൂ. 1 ഡയമെൻഷണൽ ഫിഗറായി. ഇതൊരു 1 ഡയമെൻഷണൽ ഫിഗറാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇസ് എ 1 ഡയമെൻഷൻ ഇൻഫിനിറ്റ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലോട്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇൻഫിനിറ്റ് 1 ഡയമെൻഷണൽ ഫിഗർ വിത്ത് 0 ബ്രെഡ്ത്ത് എന്ന് പറയാം. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റ് ആണ്, 1 ഡയമെൻഷനിലാണ്, അതിന് ബ്രെഡ്ത്ത് ഇല്ല, ലെങ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇൻഫിനിറ്റ് 1 ഡയമെൻഷണൽ ഫിഗറാണ് വിത്ത് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് കണ്ടാൽ എന്താണെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്? നിങ്ങൾ കണ്ടിട്ടുണ്ട് സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റ് 1 ഡയമെൻഷണൽ ഫിഗർ വിത്ത് 0 ബ്രെഡ്ത്ത്, അതാണ് സ്ട്രൈറ്റ് ലൈൻ. ഈ രൂപത്തിൽ നിങ്ങൾ സ്ട്രൈറ്റ് ലൈൻ ഡെഫിനിഷൻ പഠിച്ച് കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്നത്. അപ്പോൾ ഒരു ഇൻഫിനിറ്റ് റെക്റ്റാങ്കിളിനെ സ്ട്രൈറ്റ് ലൈൻ ആക്കി മാറ്റാം. എങ്ങനെയാണ്? അതിൻ്റെ ബ്രെഡ്ത്ത് 0 ആക്കിയാൽ മതി. അപ്പം ബ്രെഡ്ത്ത് ഇല്ലാത്ത ഒരു ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ഫിഗറിന് നമുക്ക് എന്ത് പറയാം? ഇതിനകത്ത് കർവൊന്നും ഉണ്ടാവാൻ പാടില്ല, അത് വേറെ കാര്യം. കർവ് ഇല്ലാത്ത ഒരു ഇൻഫിനിറ്റ് ഡയമെൻഷണൽ
ഇൻഫിനിറ്റ് വൺ ഡയമെൻഷണൽ ബ്രെഡ്ത്ത് സീറോ ആയിട്ടുള്ള കർവ് ഇല്ലാത്ത ഫിഗറിന് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം. ഓക്കെ, ഇതാണെങ്കിലോ ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇത് കർവാണ്. അപ്പോൾ കർവ് കൂടെ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിൻ്റെ ഡയമെൻഷൻ 1 ആണ്, ബ്രെഡ്ത്ത് 0 ആണ്. ഈ വരച്ചിരിക്കുന്നത് ചരിവൊന്നുമില്ലാത്ത ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് ആദ്യം വരച്ച സ്ട്രെയിറ്റ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, അത് ചരിവൊന്നുമില്ല, നേരെ വരച്ചു. ചരിഞ്ഞ് വരയ്ക്കില്ല, നേരെ അങ്ങ് വരയ്ക്കുകയാണ്. അതിൽ ചരിച്ച് വരച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ലൈൻ L1, ആ L1 എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് L2 എന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരും. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി വരും. അപ്പോൾ എന്ത് പറയാം, നമുക്ക് XY എന്ന് പറയാം, എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്ന് പറയും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയും, ഇതിന് വൈ ആക്സിസ് എന്ന് പറയും, വൈ ആക്സിസ്. ഇപ്പോൾ കോർഡിനേറ്റ് ജോമെട്രി പഠിച്ചപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടാവും. ഇനി ഈ കോർഡിനേറ്റ് ജോമെട്രിയിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ഈ പ്ലെയിനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ഇതാണ് ആ പോയിന്റ് P. ഈ പോയിന്റ് P കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ നോക്കാം. പിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അത് എ എന്നുള്ള പോയിന്റിൽ മീറ്റ് ചെയ്യും. ഓക്കെ, പെർപെൻഡിക്കുലർ ആണിത്. ഇനി പിയിൽ എത്താൻ വേണ്ടി ചെയ്യേണ്ടത് ഓയിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഓയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ് ആക്സിസിൻ്റെ ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് ഇവിടം വരെ എത്തണം. അപ്പോൾ ഒരു എക്സ് ഡിസ്റ്റൻസ് കവർ ചെയ്യും. എക്സ് യൂണിറ്റ് ഒറിജിനലിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക്, എക്സ് ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എക്സ് യൂണിറ്റ് മൂവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, എ എന്നുള്ള പോയിന്റിലെത്തും. ആ എ എന്നുള്ള പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് മേളിലോട്ട് മൂവ് ചെയ്യണം. മേളിലോട്ട് താഴോട്ട് മൂവ് ചെയ്യാം, നമുക്ക് മേളിലോട്ട് മൂവ് ചെയ്താലേ ഈ പോയിന്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ മൂവ് ചെയ്യുമ്പോൾ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യും. ആ ഡിസ്റ്റൻസ് y എന്ന് കൊടുക്കും. അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് ഹൊറിസോണ്ടലായിട്ടും y ഡിസ്റ്റൻസ് വെർട്ടിക്കലായിട്ടും മൂവ് ചെയ്യപ്പോഴാണ് നമ്മൾ ഈ പോയിന്റ് പിയിലെത്തിയത്. അപ്പോൾ ആ പോയിന്റ് പിയെ നമുക്ക് XY എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എക്സ് യൂണിറ്റ് ഹൊറിസോണ്ടലായിട്ട്, y യൂണിറ്റ് വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്തു. അപ്പം കിട്ടിയ പോയിന്റാണ് P ഓഫ് XY. അപ്പം P എന്ന് പറയുന്ന പോയിന്റ് XY ആണ്. ഈ എക്സിന് പറയുന്ന പേര് എക്സ് കോർഡിനേറ്റ്, വൈക്ക് പറയുന്ന പേര് വൈ കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടാൻ എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റ് കിട്ടാനായിട്ട്, ഈ പോയിന്റ് കിട്ടാൻ ഈ പി എന്ന പോയിന്റ് ഇവിടെ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പിയിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. എന്നിട്ട് ഒറിജിനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ -x യൂണിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക്. പിന്നെ താഴോട്ട് മൂവ് ചെയ്യണം വെർട്ടിക്കലായിട്ട്, അതായത് വൈ ആക്സിന് പാരലായിട്ട് വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യുമ്പോൾ -y എന്നുള്ള പോയിന്റ് കിട്ടും. -y ഡിസ്റ്റൻസാണ് കവർ ചെയ്യുന്നത്, -x ഡിസ്റ്റൻസാണ്. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് -x-ഉം വെർട്ടിക്കലായിട്ട് -y-ഉം കവർ ചെയ്തു. അപ്പോൾ ഈ പോയിന്റിന് -x -y എന്നാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടാണ് പോയിന്റെങ്കിലോ, P എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആണെങ്കിൽ ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് -x, മേളിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്, അപ്പോൾ y. അപ്പോൾ നമുക്ക് ഓരോ ക്വാഡ്രൻസിലും നമുക്ക് ഈ പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട എന്താണ്, ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നത് എക്സ് കോർഡിനേറ്റ്, വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യുന്നത് വൈ കോർഡിനേറ്റ്. അപ്പോൾ ഇതാണ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഞാനൊരു പോയിന്റ് P എടുക്കുക. ഈ പോയിന്റ് P എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് ആണ്. അതാ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ അല്ല, ഇവിടെ ക്വാഡ്രന്റിലൊന്നുമല്ല, എക്സ് ആക്സിസിലാണ് ആ പോയിന്റ്. അപ്പോൾ ആ പോയിന്റ് P കിട്ടാനായിട്ട് നമ്മൾ ഒറിജിനിൽ നിന്നും ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യും, എക്സ് യൂണിറ്റ്. വെർട്ടിക്കലായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നില്ല, വെർട്ടിക്കൽ മൂവ്മെന്റ് 0 ആണ്. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് മാത്രം മൂവ് ചെയ്താൽ മതി. അപ്പോൾ വെർട്ടിക്കൽ മൂവ്മെന്റ് 0. അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ്, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ്, 0. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് എക്സും വൈ കോർഡിനേറ്റ് 0. y കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ y ഈസ് ഈക്വൽ ടു 0 എന്നൊരു ഇക്വേഷൻ കിട്ടും. അത് ഏതിൻ്റെ ഇക്വേഷനാണ്,
എക്സ് ആക്സിസിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = 0. ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? എക്സ് ആക്സിസിലെ ഏത് പോയിന്റ് എടുത്താലും y കോർഡിനേറ്റ് 0 ആണ്, വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട്. ഇനി y ആക്സിസിലെ ഒരു പോയിന്റ് എടുക്കാം നമുക്ക്. ഈ പോയിന്റ് P y ആക്സിസിലെ പോയിന്റ് ആണ്. y ആക്സിസിൽ വരുമ്പോഴത്തേക്ക് ഇത് ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങോട്ടോ മൂവ് ചെയ്യുന്നില്ല, ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് 0. വെർട്ടിക്കലായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നു y യൂണിറ്റ്. അപ്പം y ആക്സിസില് ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0. അപ്പോൾ x = 0. അപ്പോൾ ഇക്വേഷൻ ഓഫ് y ആക്സിസ് എന്ന് പറയുന്നത് x = 0. അപ്പോൾ ഇക്വേഷൻ ഓഫ് x ആക്സിസ് എന്ന് പറയുന്ന y = 0. ഇക്വേഷൻ ഓഫ് y ആക്സിസ് x = 0. അപ്പോൾ x ആക്സിസിൻ്റെ y ആക്സിസിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ x ആക്സിസ് y ആക്സിസ് ഒക്കെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. കണ്ടല്ലോ ലൈൻ? വേണ്ട ലൈൻ. അപ്പോൾ 2 ലൈൻസ് വരച്ചു. ലൈൻ ഞാൻ പേര് കൊടുത്തു L1 L2. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഇവിടെ ഒരു പോയിന്റിൽ അത് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പോയിന്റിൽ ഇത് P, ഈ സ്ട്രൈറ്റ് ലൈൻ എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് P. അതുപോലെ ഈ സ്ട്രൈറ്റ് ലൈൻ എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് P'. ഈ O തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് സപ്പോസ് A എന്ന് അസ്യൂം ചെയ്യുക. അതുപോലെ O തൊട്ട് P' വരെയുള്ള ഡിസ്റ്റൻസ് ഒരു -b എന്ന് എടുക്കുക. ഇത് നെഗറ്റീവ് ഡയറക്ഷനാണ്, -b. ഈ ലൈൻ എന്ന് പറയുന്നത് L1 എന്ന് പറയുന്നത് ഈ y ആക്സിസിന് പാരലലാണ്. അതുപോലെ ഈ L2 എന്ന് പറയുന്ന ലൈനും y ആക്സിസിന് പാരലലാണ്. അപ്പോൾ L1ഉം L2ഉം y ആക്സിസിന് പാരലായിട്ടുള്ള 2 ലൈൻസ് ആണ്. ഈ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ളതും y ആക്സിസിന് പാരലൽ അതല്ലെങ്കിൽ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് ഈ വരച്ചിരിക്കുന്നത്. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പം ഈ L1 ഈസ് perpendicular to x axis or parallel to y axis. This L2 is perpendicular to x axis or parallel to y axis. അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും? ഇതിനകത്ത് y 0 ആണ്. ഈ x ആക്സിസിലെ പോയിന്റ് ആണ്, ഇത് y 0 ആണ്. അപ്പം x മാത്രമേ ഉള്ളൂ. അപ്പോൾ a 0 എന്ന് എഴുതാം. ഈ P' എന്ന് പറയുന്ന പോയിന്റ് y 0 ആണ്, x ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പം x കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ, y കോർഡിനേറ്റ് 0 ആണ്. ഈ 2 ലൈൻസ് പാരലൽ ടു y ആക്സിസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു x ആക്സിസ്. x ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ പറയുന്ന പേരാണ് വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ L1 ഈസ് എ വെർട്ടിക്കൽ ലൈൻ, L2 ഈസ് ഓൾസോ എ വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ ഇവിടെ L1 വെർട്ടിക്കൽ ലൈൻ ആണ്, L2 വെർട്ടിക്കൽ ലൈൻ ആണ്. ഇനി L1 നോക്കാം. ഈ L1ൽ ഈ പോയിന്റ് y 0 ആയിരിക്കും. കാരണം എന്താ? L1ൽ ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ y മാറിക്കൊണ്ടിരിക്കും. വൈയുടെ മേലോട്ടും താഴോട്ടും പോകും, പക്ഷേ എക്സിന് ഒരിക്കലും മാറ്റം ഉണ്ടാവത്തില്ല. എക്സ് എപ്പോഴും എന്തായിരിക്കും? എ ആയിരിക്കും. അപ്പോൾ ഇതെവിടെ എടുത്താലും ഈ ലൈനിൽ എവിടെ എക്സ് കോർഡിനേറ്റ് എടുത്താലും അത് എ ആയിരിക്കും. വൈ കോർഡിനേറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ലൈനിൽ x = a എന്ന് എഴുതാം നമുക്ക്. എന്തുകൊണ്ടാണ്? എക്സിൻ്റെ വാല്യൂ എക്സ് കോർഡിനേറ്റ് ഈ ലൈനിലുള്ള എക്സ് കോർഡിനേറ്റ് മാറില്ല. എക്സ് കോർഡിനേറ്റ് ഇവിടെ തൊട്ട് വരുമ്പോഴുള്ള ഡിസ്റ്റൻസ് എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഇത് ഈ വെർട്ടിക്കൽ ലൈനിൽ ഒരിക്കലും എക്സിന് മാറ്റം ഉണ്ടാകത്തില്ല, വൈ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സിൻ്റെ വാല്യൂ എ ആയിരിക്കും. അതുപോലെ L2 എന്നുള്ള ലൈനിലാണെങ്കിലോ, L2 എന്നുള്ള ലൈനിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് -b. ഈ -b ആണ് എക്സ് കോർഡിനേറ്റ്. അതൊരിക്കലും മാറത്തില്ല, വൈ കോർഡിനേറ്റ് മാത്രം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ x = -b എന്നെഴുതാം. അപ്പോൾ വെർട്ടിക്കൽ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടി നമുക്ക്. x = a. വെർട്ടിക്കൽ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്താ വെർട്ടിക്കൽ ലൈനിൻ്റെ ഇക്വേഷൻ? x = a അല്ലെങ്കിൽ x = -b. ജനറലായിട്ട് എന്താ എഴുതാം? x = k. ഇതാണ് വെർട്ടിക്കൽ ലൈനിൻ്റെ ഇക്വേഷൻ. ഇക്വേഷൻ ഓഫ് വെർട്ടിക്കൽ ലൈൻ ഈസ് x = a കോൺസ്റ്റന്റ് k.
ഇവിടെ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഇനി ഞാൻ 2 ലൈൻസ് വരയ്ക്കാൻ പോവുകയാണ്. ഇതൊരു ലൈൻ, ഇത് L1, ഇത് മറ്റൊരു ലൈൻ, അത് L2. ഓക്കെ, ഇതിൽ ഈ ഡിസ്റ്റൻസ് ഇതെല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഈ ലൈനും പാരലാണ്. അതുപോലെ ഈ ലൈനും പാരലാണ്. അതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, സപ്പോസ് ഇത് ഇവിടെ നിന്ന് മേളിലോട്ടാണ്, അപ്പം y കോർഡിനേറ്റ് ആണ്, അത് A. താഴോട്ടാകുമ്പോൾ ഒരു -b എടുക്കുന്നു, ഇത്രയും ഡിസ്റ്റൻസ് വരും. അപ്പോൾ ഇവിടെ y കോർഡിനേറ്റ് ആണ്, അപ്പോൾ y = a എന്ന് എഴുതാം. ഇവിടെ y = -b എന്ന് എഴുതാം. ഇത് എവിടെ എടുത്താലും എന്താണ്? ഈ ഡിസ്റ്റൻസ് സെയിം ആയിട്ട് y = -b തന്നെ ആയിരിക്കും. ഇവിടെ എവിടെയും y = a തന്നെ ആയിരിക്കും. ഇത് 2 സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഈ സ്ട്രെയിറ്റ് ലൈൻസ് എക്സ് ആക്സിസിന് പാരലാണ്. എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസിന് പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ ലൈൻസ്. അപ്പോൾ ഇത് രണ്ടും L1 ഉം L2 ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. L1 L2 ഹൊറിസോണ്ടൽ. ഇനി അതിൻ്റെ ഇക്വേഷൻ എന്താണ്? L1 ന്റെ ഇക്വേഷൻ y = a, L2 ന്റെ ഇക്വേഷൻ y = -b. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = k എന്ന് എഴുതാം. where k is a